പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന ഗുരുതര ആരോപണവുമായി ആന്റോ ആന്റണി MP. CPIM MLAയുടെ നേതൃത്വത്തിൽ കള്ളവോട്ട് ചെയ്യുന്നവരുടെ യോഗം ജില്ലയിൽ ചേർന്നു. കള്ളവോട്ടിന് സൗകര്യമൊരുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നും ആന്റോ ആന്റണി റിപ്പോർട്ടറിന്റെ അശ്വമേധത്തിൽ പറഞ്ഞു. 350 പേര് പങ്കെടുത്ത യോഗം ഈ തൊട്ടപ്പുറത്തെ ശാന്തി ടൂറിസ്റ്റ് ഹോമിൽ നടന്നു. ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു MLA വന്ന് എങ്ങനെയാണ് കള്ളവോട്ട് ഫലപ്രദമായി ചെയ്യേണ്ടത്, നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ കയ്യാലെ അത് അപ്പം വായിക്കാനുള്ള സാധനം തരുന്നുണ്ട്, ഇതൊക്കെ പറയുകയാണ്. മലയാളികളായ ഗവർണർ അവരുടെ ഓഫീസ് ഇടപെടുന്നുണ്ട്, നിരന്തരമായിട്ട് ആളുകളെ വിളിക്കുന്നുണ്ട്, സഭാ നേതൃത്വങ്ങളെ വിളിക്കുന്നുണ്ട്, സഭയിൽ സ്വാധീനമുള്ളവരെ വിളിക്കുന്നുണ്ട്. ഇത്രയും ഭരണ സംവിധാനത്തിൻ്റെ ദുരുപയോഗവും ഇത്രയും ചട്ടവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അനിൽ ആന്റണിക്കായി മലയാളി ഗവർണർമാർ സഭാ നേതൃത്വത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും UDF സ്ഥാനാർത്ഥി ആരോപിച്ചു. പ്രവീൺ പുരുഷോത്തമൻ വിശദാംശങ്ങളുമായി. പ്രവീൺ, ആന്റോ ആന്റണി MP ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. കള്ളവോട്ട് എങ്ങനെ ചെയ്യണം എന്ന് ആലോചിക്കാൻ വേണ്ടി യോഗം ചേർന്നു. അതിൽ CPMന്റെ MLA പങ്കെടുത്തു. മാത്രമല്ല ഗവർണർമാർ രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടുന്നു എന്നുള്ള ആക്ഷേപവും. എന്തൊക്കെയാണ് ആന്റോ ആന്റണിക്ക് പറയാനുള്ളത്, പ്രവീൺ? നികേഷ്, പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് LDFനെതിരെയും അതേസമയം തന്നെ NDA നേതൃത്വത്തിനെതിരെയും ഉന്നയിച്ചിരിക്കുന്നത്. LDFനെതിരെ പ്രധാനമായിട്ടും ആന്റോ ആന്റണി ഉന്നയിച്ച ആരോപണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIMന്റെ ഭാഗത്തു നിന്നും കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമം ഉണ്ടാകും എന്നുള്ളതാണ്. അതിന് ഉദാഹരണമായി പറയുന്നത്, നേരത്തെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വിവിധ സർവീസ് സഹകരണ ബാങ്കുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ CPIMന്റെ നേതൃത്വത്തിൽ കള്ളവോട്ട് ധാരാളമായി ചെയ്തുവെന്ന് ആന്റോ ആന്റണി ആരോപിക്കുന്നു. അതേ രീതിയിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കള്ളവോട്ട് ചെയ്യാനുള്ള നീക്കമാണ് LDFന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് ആന്റോ ആന്റണി ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട നഗരത്തിലെ ശാന്തി ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് ഒരു CPIM MLAയുടെ നേതൃത്വത്തിൽ ഈ കള്ളവോട്ട് എങ്ങനെ ചെയ്യണമെന്നത് സംബന്ധിച്ചുള്ള ഒരു ക്ലാസ് തന്നെ എടുത്തു എന്നാണ് ആന്റോ ആന്റണി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, കഴിഞ്ഞ ദിവസം UDFന്റെ ഭാഗത്തുനിന്ന് ഒരു വാർത്താ സമ്മേളനം പത്തനംതിട്ടയിൽ നടത്തിയിരുന്നു. അതിൽ KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു CPIM MLAയുടെ പേരെടുത്ത് ഇക്കാര്യത്തിൽ വിമർശിച്ചിരുന്നു. കോന്നി MLA KU ജനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ, ഒപ്പം തന്നെ CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ നേതൃത്വത്തിൽ, ഈ രണ്ടുപേരുടെയും നേതൃത്വത്തിൽ പത്തനംതിട്ടയിലെ ഒരു ലോഡ്ജിൽ ഇത്തരത്തിൽ ഒരു രഹസ്യ യോഗം ചേർന്നു എന്നായിരുന്നു പഴകുളം മധു ആരോപിച്ചിരുന്നത്. അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും സമാനമായിട്ടുള്ള രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ KU ജനീഷ് കുമാർ MLAയുടെ പേരെടുത്ത് ആന്റോ ആന്റണി പറഞ്ഞില്ല. ഡോക്ടർ അരുൺകുമാറിനോട് പറഞ്ഞത് മാധ്യമങ്ങൾക്ക് ഇക്കാര്യം ഏത് MLA ആണെന്നുള്ളത് അറിയാം, അത് തിരക്കി നോക്കൂ എന്നുള്ള ഒരു പ്രസ്താവനയായിരുന്നു ഡോക്ടർ അരുൺകുമാറിനോട് നടത്തിയത്. എന്തായാലും കാര്യങ്ങൾ വ്യക്തമാണ്. അതായത് UDFന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള ആരോപണം CPIMനെതിരെ ഉയർന്നിരിക്കുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു മറുപടിക്ക് CPIM MLAയോ അതേസമയം തന്നെ LDF നേതൃത്വമോ തയ്യാറായിട്ടില്ല. അതേസമയം NDA നേതൃത്വത്തിനെതിരെയും ആന്റോ ആന്റണി ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. ഒരു ഗവർണറുടെ നേതൃത്വത്തിൽ സഭാ നേതൃത്വത്തെ നിരന്തരമായി ഫോൺ ചെയ്യുന്നു. അത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്നാണ് ഗവർണർ സഭാ നേതൃത്വങ്ങളെ വിളിച്ചു പറയുന്നത്. അതേസമയം തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നിരന്തരമായി സഭാ നേതൃത്വങ്ങൾക്ക് ഫോൺ വരുന്നുണ്ട്. അതും NDAക്ക് അനുകൂലമായി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് ആന്റോ ആന്റണി MP LDFനെതിരെയും NDAക്കെതിരെയും ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ വിശദാംശങ്ങളാണ് പ്രവീൺ പുരുഷോത്തമൻ നൽകുന്നത്.